ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ലക്നൌ സന്ദർശനം ഇന്ന്. ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും ഗോവയും സന്ദർശിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി 50,59,00,000 എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. പരീക്ഷാ നടത്തിപ്പും സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും സമയബന്ധിതമായി നടപ്പാക്കുന്നത് ഉറപ്പുവരുത്താൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി UGC. 56ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപനത്തിൽ വിഖ്യാത നടൻ ധർമ്മേന്ദ്രയ്ക്ക് ശ്രദ്ധാഞ്ജലി. ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് രൂപം കൊണ്ട ഡിറ്റ്വ ചുഴലിക്കാറ്റ് വടക്കു പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നീങ്ങുന്നു. കേരളത്തിൽ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ലക്നൌ സന്ദർശിക്കും. ലോക ഐക്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ധ്യാനം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ബ്രഹ്മകുമാരീസിന്റെ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 33,000-ഓളം സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് അംഗങ്ങളും മാൽദീവ്സ്, നേപ്പാൾ, ശ്രീലങ്ക, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഏഷ്യ പസഫിക് മേഖലയിലെ പ്രതിനിധികളും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, ഗോവ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ മഠം സന്ദർശിക്കുന്ന ശ്രീ നരേന്ദ്രമോദി ലക്ഷകാന്ത ഗീതാപാരായണ പരിപാടിയിൽ പങ്കെടുക്കും. ക്ഷേത്രസന്നിധിയിലെ സുവർണ തീർത്ഥ മണ്ഡപം ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം കനക കവചം സമർപ്പിക്കുകയും ചെയ്യും. ഗോവയിലെ ശ്രീ സംസ്ഥാൻ ഗോകർൺ പാർത്ഥഗലി ജീവോത്തം മഠത്തിന്റെ വാർഷികാഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2ാം ഘട്ടത്തിന്റെ ഭാഗമായി 50,59,00,000 എന്യൂമറേഷൻ ഫോമുകൾ ഇതിനകം കൈമാറിയതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ട മൊത്തം വോട്ടർമാരുടെ 99.25% ഫോം ലഭ്യമാക്കിയിട്ടുണ്ട്. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് SIR 2ാം ഘട്ടം നടപ്പാക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് നേരെയുണ്ടാകുന്ന അധിക്ഷേപകരമായ പരാമർശങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി സുപ്രീം കോടതി. അധിക്ഷേപങ്ങൾ ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങളാക്കുന്ന വിധത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ അശ്ലീലവും നിയമവിരുദ്ധവുമായ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കാൻ സ്വതന്ത്രമായ സ്വയംഭരണ സംവിധാനം രൂപീകരിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. രാജ്യത്തെ ആണവ മേഖല സ്വകാര്യ കമ്പനികൾക്കായി തുറന്നുകൊടുക്കുന്ന തീരുമാനം കേന്ദ്ര സർക്കാർ ഉടൻ കൈക്കൊള്ളുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹൈദരാബാദിലെ ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് സ്കൈ റൂട്ടിന്റെ ഇൻഫിനിറ്റി ക്യാമ്പസ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ കടന്നു വന്നതുപോലെ ഈ തീരുമാനം ആണവ മേഖലയ്ക്കും ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. जैसे हमने स्पेस इनोवेशन को प्राइवेट सेक्टर के लिए ओपन किया, वैसे ही हम न्यूक्लियर सेक्टर को भी ओपन करने की तरफ आगे बढ़ रहे हैं. इस सेक्टर में भी हम प्राइवेट सेक्टर की सशक्त भूमिका की नींव रखने जा रहे हैं. इससे स्मॉल मॉड्यूलर रिएक्टर, एडवांस रिएक्टर्स और न्यूक्लियर इनोवेशन में अवसर बनेंगे. यह रिफॉर्म हमारी एनर्जी सिक्योरिटी और टेक्नोलॉजिकल लीडरशिप को नई शक्ति देगा. പരീക്ഷാ നടത്തിപ്പും സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും സമയബന്ധിതമായി നടപ്പാക്കുന്നത് ഉറപ്പുവരുത്താൻ രാജ്യത്തെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി UGC. കാലതാമസം വിദ്യാർത്ഥികൾക്ക് നിരവധി അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നതായി കമ്മീഷൻ വിലയിരുത്തി. പരീക്ഷാഫലം പ്രഖ്യാപിച്ച ശേഷം 180 ദിവസങ്ങൾക്കുള്ളിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യേണ്ടതാണെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ട്രെയിനുകളിൽ നൽകുന്ന ഭക്ഷണത്തിന് ഹലാൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്ന ഒരു മാർഗനിർദ്ദേശവും പുറത്തിറക്കിയിട്ടില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ട്രെയിനുകളിലെ ഹലാൽ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട പരാതിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റെയിൽവേക്ക് നോട്ടീസ് നൽകിയതായി ചില മാധ്യമ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീ അശ്വിനി വൈഷ്ണവ്.
रेलवे के किसी भी नियम में हलाल सर्टिफिकेट का कोई रिक्वायरमेंट नहीं है। रेलवे कभी भी किसी हलाल सर्टिफिकेट की डिमांड नहीं करती है। मैं आपको एकदम क्लियर शब्दों में कहना चाहता हूँ, कोई हलाल सर्टिफिकेट की ज़रूरत नहीं है। पुराने किसी एक वीडियो के आधार पे हुई है, जो चाय का पैकेट उस वीडियो में बताया गया है प्योरली वेजिटेरियन है और किस कारण से उसके ऊपर लिखा हुआ हलाल सर्टिफिकेट, उसकी भी इंक्वायरी करेंगे। ബഹുഭാര്യാത്വത്തിനെതിരെ നിയമം പാസാക്കി അസം നിയമസഭ. ആദ്യ വിവാഹം നിയമപരമായി വേർപിരിയാതെ രണ്ടാം വിവാഹത്തിൽ ഏർപ്പെടുന്നത് കുറ്റകരമാക്കുന്നതാണ് പുതിയ നിയമം. ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ആസമിലെ ഗോത്രവർഗ മേഖലകൾക്ക് നിയമം ബാധകമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഇന്നുകൂടി സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡിസംബർ 3 തിരുവനന്തപുരത്തെത്തും. നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് ശംഖുമുഖം ബീച്ചിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ആതിഥേയത്വം വഹിക്കുന്ന പരിപാടിയിൽ നാവികസേനയുടെ പോരാട്ട വീര്യം പ്രദർശിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറും. നാളെയും ഡിസംബർ 1 ശംഖുമുഖം ബീച്ചിൽ പരിപാടിയുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടക്കും. അന്നേ ദിവസം രാജ്ഭവനിൽ തങ്ങിയ ശേഷം ഡിസംബർ 4 രാവിലെ രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങും. നാവികസേനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രദർശനത്തിനുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്. നാവികസേനയുടെ കരുത്തും പോരാട്ടവീര്യവും എല്ലാ അർത്ഥത്തിലും എടുത്തു കാട്ടുന്ന പ്രകടനങ്ങളാകും ഡിസംബർ 3 ശംഖുമുഖത്തെ കടലിലും ആകാശത്തിലുമായി അവതരിപ്പിക്കുക. രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയാകുന്ന നാവിക ശക്തി പ്രകടനത്തിനായി ദക്ഷിണ നാവിക കമാൻഡിനു പുറമെ മറ്റു നാവിക കമാൻഡുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ശംഖുമുഖത്തെത്തും. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത്. സീ കാഡറ്റുകളുടെ ഹോൺ ആൻഡ് പൈപ്പ് ഡാൻസും ഇവിടെ അവതരിപ്പിക്കും. ശക്തി പ്രകടനത്തിന്റെ സമ്പൂർണ്ണ ഡ്രസ് റിഹേഴ്സൽ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ശംഖുമുഖത്ത് നടത്തും. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ടുള്ള പ്രചാരണത്തിലാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളും സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണ രംഗത്ത് സജീവമാണ്. വോട്ടെടുപ്പിനായി 33,711 പോളിംഗ് സ്റ്റേഷനുകളാണ് സംസ്ഥാനത്ത് സജ്ജമാക്കുന്നത്. ഡിസംബർ 9, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13 നടക്കും. കാഴ്ച പരിമിതിയുള്ള വോട്ടർമാർക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്വയം വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ബാലറ്റ് യൂണിറ്റിന്റെ വലതുവശത്ത് ബ്രെയിലി ലിപി ആലേഖനം ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാഴ്ച പരിമിതിയുള്ളവരും ശാരീരിക അവശതയുള്ളവരും രോഗബാധിതരും പ്രായമായവരുമായ വോട്ടർമാർക്ക് ക്യൂ ഇല്ലാതെ തന്നെ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രത്യേക സൌകര്യം ഏർപ്പെടുത്താനും കമ്മീഷൻ നിർദ്ദേശം നൽകി. കേരളത്തിൽ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ശ്രീലങ്കൻ തീരത്തും ചേർന്നുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും രൂപം കൊണ്ട ഡിറ്റ്വ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 13 കിലോമീറ്റർ വേഗതയിൽ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നീങ്ങുന്നു. ചുഴലിക്കാറ്റ് വടക്കൻ തമിഴ്നാട്ടിലേക്കും അതിനോട് ചേർന്നുള്ള തെക്കൻ ആന്ധ്ര തീരങ്ങളിലേക്കും നീങ്ങാനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കടലിലുള്ളവർ ഡിസംബർ 1 വരെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, മാന്നാർ ഉൾക്കടൽ, കോമോറിൻ പ്രദേശം എന്നിവ ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു. 56ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന ചടങ്ങിൽ വിഖ്യാത നടൻ ധർമ്മേന്ദ്രയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ലോകരാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ചിത്രങ്ങളും മലയാളം അടക്കമുള്ള ഇന്ത്യൻ ഭാഷകളിലെ ചിത്രങ്ങളും മേളയിൽ പ്രേക്ഷക ശ്രദ്ധ നേടുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ലക്നൌ സന്ദർശനം ഇന്ന്. ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും ഗോവയും സന്ദർശിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി 50,59,00,000 എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. പരീക്ഷാ നടത്തിപ്പും സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും സമയബന്ധിതമായി നടപ്പാക്കുന്നത് ഉറപ്പുവരുത്താൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി UGC.
56ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപനത്തിൽ വിഖ്യാത നടൻ ധർമ്മേന്ദ്രയ്ക്ക് ശ്രദ്ധാഞ്ജലി. ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് രൂപം കൊണ്ട ഡിറ്റ്വ ചുഴലിക്കാറ്റ് വടക്കു പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നീങ്ങുന്നു. കേരളത്തിൽ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.